ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ബാഗ് ദർ ആർ 4 red and 8 green beads. In another bag there are 5 red and 9 black beads. What is the probability of getting a green bead from the first bag? What is the probability of getting a red bead from which bag is more? Justify. ഓക്കെ, ഒരു ബാഗ് ഉണ്ട്, 2 ബാഗുകളുണ്ട്. 2 bags are there. ഫസ്റ്റ് ബാഗിൽ 4 റെഡ് ബീഡ്സ് ഉണ്ട്, 8 ഗ്രീൻ ബീഡ്സും ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ബാഗിൽ 5 റെഡ് ബീഡ്സും ഉണ്ട്, 9 ബ്ലാക്ക് ബീഡ്സും ഉണ്ട്. അപ്പം നിങ്ങളടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഹൗ മെനി പോസിബിൾ പെയേഴ്സ് ആർ ദർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് എന്നൊക്കെ നിങ്ങളടുത്ത് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 2 ബാഗിലും ഇവിടെ ടോട്ടൽ 12 ബീഡ്സ് ആണ്, ഇവിടെ ടോട്ടൽ 14 ബീഡ്സ് ആണുള്ളത്. അപ്പം നമുക്ക് ടോട്ടൽ പെയേഴ്സ് എത്ര എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താക്കണം, ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 × 14 ആണ് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. ഇനി ഇവിടുന്ന് നമുക്ക് ടോട്ടൽ ഈ ഒരൊറ്റ ബാഗിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നതെങ്കിലോ, ഇവിടെ 4 × 8 എത്ര നമുക്ക്, 4 × 8 അല്ല, 8 + 4 ടോട്ടൽ 12 പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ 14 ഇൻഡിവിജ്വലി 12 and 14 പോസിബിലിറ്റീസും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 12 × 14 പോസിബിലിറ്റീസും ആണ് ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the probability of getting a green bead from the first bag? ആദ്യത്തെ ബാഗിൽ നിന്നും ഒരു ഗ്രീൻ ബീഡ് കിട്ടിയാൽ മതി. ആദ്യത്തതിൽ നിന്ന് നമ്മൾ ഇയാളെ നോക്കിയേ വേണ്ട, അപ്പോൾ ഇയാളെ മാത്രം നോക്കാം. ഇവിടെ ടോട്ടൽ 12 ആണ്. അപ്പോൾ ബൈ 12ൽ നിന്നും ഈ 12 എണ്ണത്തിൽ നിന്നും 8 ഗ്രീൻ ബീഡ്സ് ആണല്ലോ ഉള്ളത്. സോ 8/12 ആണ് നമ്മളുടെ probability of getting a green bead the first bag എന്ന് പറയുന്നത്. 8/12. നമുക്ക് ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. എന്തൊന്നുമില്ല, 2/3 നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ? ഈ 2 ബാഗിൽ നിന്നും ഏതിൽ നിന്നാണ് കൂടുതൽ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി? അതാണ് നമ്മളുടെ ഇവിടുത്തെ ബി ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് കിട്ടാനുള്ള ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എഴുതി നോക്കണം. സെക്കൻഡ് ബാഗിൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും എഴുതി നോക്കണം. എന്നിട്ട് ഏറ്റവും വലുത് ഏതാണ് എന്നാണ് നമ്മളിവിടെ നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ബാഗിൽ നിന്നും റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി മീൻസ് 4/12 ആണ്, ദാറ്റ് ഈസ് 1/3. സെക്കൻഡ് ബാഗിൽ നിന്നും റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/9. സോ നമുക്ക് 1/3 ഉണ്ട്, 1/9 ഉണ്ട്. ഏതാണ് വലിയ നമ്പർ നോക്കാം. 1/3 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, 9/27 ആണെന്ന് പറയാം. ഓക്കെ, ദെൻ 1/9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് എങ്ങനെ പറയാം, 3/27 ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ 9/27 ആണോ 3/27 ആണോ വലിയ നമ്പർ എന്നാണ് നമ്മൾ നോക്കുക. 9/27 ആണോ 3/27 ആണോ വലുത്? സോ നമുക്ക് ഏത് ബാഗിലാണ് ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോക്സ് കണ്ടെയ്ൻ 3 റെഡ് balls and 6 green balls. What is the probability of getting a red ball from this box? How many more red balls should be added so that the probability of getting a red ball is 1/2? Okay, ഒരു ബോക്സ് ഉണ്ട്, 3 റെഡ് ബോളും 6 ഗ്രീൻ ബോൾസും ഉണ്ട്. What is the probability of getting red ball? റെഡ് ബോൾ കിട്ടാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇവിടെ 9 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം, പി ഓഫ് റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ 3 3 ബോളും ടോട്ടൽ 3 റെഡ് ബോളും ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ 3/9 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 ആണ് എന്ത്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ. ഇനി ഗ്രീൻ ബോളിന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചതെങ്കിലോ 6/9, അതായത് 2/3 ആണ് ഗ്രീനിന്റെ പ്രോബബിലിറ്റി. നമ്മൾ ചോദിച്ചത് ഹൗ മെനി red ball should be
added so that the probability of getting a red ball is 1/2. നിലവിലുള്ള 1/2നെ 1/3യെ 1/2 ആക്കാൻ, എന്ന പ്രോബബിലിറ്റി 1/2 ആക്കാൻ ഉള്ള 3 റെഡ് ബോൾസിലേക്ക് ഇനി എത്ര കൂടുതൽ റെഡ് ബോൾസ് ആഡ് ചെയ്യണം? നമുക്കറിയില്ല, നമ്പർ അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1 2 3 ആഡ് ചെയ്ത് കൊടുത്തു പോകാം. ഈസി എന്നാൽ ഇവിടെ എക്സ് ബോൾസ് ആണ് നമ്മൾ എക്സ് ബോൾസ് ആഡ് ചെയ്താൽ 1/2 എന്നായിരിക്കാം. ഈ 3 റെഡ് ബോൾസിന്റെ കൂട്ടത്തില് ഒരു എക്സ് റെഡ് ബോളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി 1/2 ആവും. സോ ഈ 3 എന്നുള്ള 3 റെഡ് ബോൾ എന്താവും? 3 പ്ലസ് എക്സ് റെഡ് ബോൾ ആവും. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 9 ഉള്ളത്. അപ്പൊ എന്താകും? 9 പ്ലസ് എക്സ് എന്നായിട്ട് മാറും. അപ്പൊ നമ്മൾ അവിടുത്തെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതും? 3/9 എന്നുള്ളത് 3 പ്ലസ് എക്സ് ആയി, 9 എന്നുള്ളത് 9 പ്ലസ് എക്സ് എന്നായി. അപ്പം ഇത്ര എക്സ് ബോൾസ് ആഡ് ചെയ്യുമ്പം പ്രോബബിലിറ്റി 1/2 ആകും. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുന്ന് ഇതിന്റെ ന്യൂമറേറ്റർ ഇൻറ്റു ഇതിന്റെ ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ. 3 എക്സ് ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 9 പ്ലസ് എക്സ് ഇൻറ്റു 1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത്? 2 ഇൻറ്റു 3 ഈസ് 6 പ്ലസ് 2 ഇൻറ്റു എക്സ് ഈസ് 2x, ദാറ്റ്സ് ഈക്വൽ ടു 9 പ്ലസ് എക്സ്. എക്സിനൊക്കെ ഒരു സൈഡിലേക്കും എക്സ് ഇല്ലാത്തതിനൊക്കെ ഒരു സൈഡിലേക്കും കൊണ്ടുപോകുമ്പോൾ 2x മൈനസ് എക്സ്, ദാറ്റ് ഈസ് എക്സ്, 9 മൈനസ് 6, ദാറ്റ് ഈസ് 3. സോ നമുക്കിവിടെ 3 ബോൾസും കൂടെ 3 റെഡ് ബോൾസും കൂടി ആഡ് ചെയ്താൽ 3 റെഡ് ബോളും കൂടി ആഡ് ചെയ്താൽ ഇവിടെ എന്താകും? 4 എന്നാവും. ഇവിടെ ഈ പ്രോബബിലിറ്റി മാറും. അല്ലെങ്കിൽ ഇവിടെ എന്താകും? ഇതാണ് പ്രോബബിലിറ്റി. 3/9 ആണ് നമ്മളുടെ പ്രോബബിലിറ്റി. 3/9ലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ പോവാണ്? 4 റെഡ് ബോൾ ആഡ് ചെയ്തു, 3 റെഡ് ബോൾ ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ 6 ആവും, ഇവിടെ 12 ആവും. 6/12 എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.